ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഒരു ഇൻട്രോ ആയിരിക്കും കേട്ടോ. പലപ്പോഴും ഇൻട്രോ എടുക്കാത്ത കൊണ്ട് കുറേ വീഡിയോസ് ഞാൻ ഷോർട്ട് വീഡിയോസായി മാറ്റും. സോ അങ്ങനെ അപ്പോൾ എൻ്റെ വേറെ രണ്ട് സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റമാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. ഗുരുവായൂരപ്പനോട് ഒരുപാട് കടപ്പാട് ഞാൻ അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര എന്താ പറയുക ഗ്രേറ്റ്ഫുള്ളാണ്. ഹോപ്പ്ഫുള്ളി ആദ്യത്തെ ബാച്ചിൻ്റെ അടിപൊളിയായി കഴിഞ്ഞതുപോലെ തന്നെ ഇതും അടിപൊളിയായി പോകാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്നെ ആദ്യത്തെ ബാച്ചിലുള്ളവരും എന്നെ ഒരു അനിയത്തിയായിട്ട്, മകളായിട്ട്, ഒരു ചേച്ചിയായിട്ടൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഒരു കുടുംബത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ജെല്ലായി പോയി. അതുപോലെ തന്നെയാണ് ഇവരും ലൈക്ക് എന്താ പറയുക ഒരു കൂടെ ഉള്ള ഒരാളായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ട് ഞാനും പെർഫോം ചെയ്യുന്നുണ്ട്. അതും അവരുടെ ഒരു നിർദ്ദേശപ്രകാരം ടീച്ചറുടെ കൂടെ കളിക്കണം അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാനും കളിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ കാണുക, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്സിൻ്റെ ഒക്കെ വിശേഷമായിരിക്കും എന്നുള്ളത്. ചേച്ചീനെയും മോളെയൊക്കെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ആദ്യം എടുത്തതും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. ഈ ഒരു ഷൂട്ട് ആ കൊച്ചു മോൾക്ക് കുഞ്ഞി സാരിയൊക്കെ കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു. മോളുടെ ഏട്ടനാണ് കേട്ടോ ഇത്. ടോട്ടലി നല്ല അടിപൊളിയായിട്ടായിരുന്നു ഷൂട്ടൊക്കെ പോയിരുന്നത്. മഴ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ചേച്ചി ഓൾറെഡി നമ്മളൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും കൂടെ അവർക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ അറേഞ്ച് ചെയ്ത അടുത്തൊരു ഷൂട്ടായിരുന്നു ഇത്. പാലക്കാട് കോട്ടയിൽ വെച്ചിട്ടായിരുന്നു. നമ്മൾ പറയില്ലേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അടിപൊളിയായിട്ട് നിറവേറ്റാൻ എന്ത് ഹാർഡ് വർക്കും ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ കുറേയധികം തടസ്സങ്ങൾ നമ്മുടെ ഈ ഒരു അരങ്ങേറ്റ സമയത്ത് വന്നിരുന്നു. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം അത് പറയാൻ എങ്ങനെ എന്താ പറയുക ഒന്നും എനിക്കറിയില്ല. ഇപ്പോൾ കുറേയധികം വീഡിയോസ്, ഒരു മാസത്തെ കുറേയധികം വീഡിയോസൊക്കെ കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് പോവാറായി. അവർ ഒരു മാസം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോവുകയാണ്. അവർ തിരിച്ചു പോകുമ്പോൾ എന്തോ ഒരു വിഷമവും എനിക്കുണ്ട് കേട്ടോ. എന്തോ ഒരു എന്താണെന്നറിയില്ല, പെട്ടെന്ന് അവർ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞുമോളൊക്കെ ഞാനും ഒക്കെ ആയിട്ട് നല്ല സെറ്റായി. അപ്പോൾ പെട്ടെന്ന് അവർ തിരിച്ചു പോവുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ഇയർ വീണ്ടും കാണുമല്ലോ നമ്മൾ. അങ്ങനെ ഒരു അമ്മയുടെയും മോളുടെയും തന്നെ അരങ്ങേറ്റമാണ്. കൂടെ ഒരു ട്രിവാൻഡ്രത്തു നിന്നൊരു ചേച്ചി കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ. ആൾ ഈ സമയത്ത് വന്നിട്ടില്ല. ആൾ ഗുരുവായിരിക്കും. പിന്നെ നമ്മുടെ വേറെ ഷൂട്ട് സമയത്തൊക്കെ ആളുണ്ടായിരുന്നു. ആൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നില്ല കേട്ടോ. സോ ആൾ എൻ്റെ ഫ്രണ്ടാണ്. സോ അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് എന്താണ് വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് തന്നെ എനിക്ക് അറിയുന്നില്ലേ. കാരണം ആ സമയത്തുള്ളൊരു ഇമോഷനും ഈ സമയത്തുള്ളൊരു ഇമോഷനും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കുറേ അധികം തടസ്സങ്ങൾ വന്നപ്പോൾ ടീച്ചറുടെ ഒപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ നിന്നിരുന്നു. അതിലൊക്കെ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ ഞാൻ. പിന്നെ കണ്ടില്ലേ രണ്ടുപേരും നല്ല രസമുണ്ടല്ലേ, ക്യൂട്ടായിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട്. എനിക്ക് അവരുടെ സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ അവരെന്നെ എല്ലാം സെറ്റാക്കിയതാണ്. അങ്ങനെ പിന്നെ എനിക്ക് എൻ്റെ സാരി എന്തോ ചെറിയൊരു പന്തികേട് തോന്നി. പക്ഷെ എനിക്ക് അവരുടെ ആട്ടോ കൂടുതൽ ഇഷ്ടമായത്. അങ്ങനെ അത് കഴിഞ്ഞു. ഇത് ഞാൻ തന്നെ അറേഞ്ച് ചെയ്തതാണ്. ഫസ്റ്റ് വൺ ഉണ്ടായിരുന്നു, അത് അവർ അറേഞ്ച് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ലൈക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാനും കളിക്കുന്നതുകൊണ്ട് എന്നെ നിർബന്ധിച്ച് ഇതേപോലത്തെ എടുപ്പിച്ച് നമ്മളെ ഒരാൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര കണക്ഷൻ കിട്ടി. ഒരു മാരേജിന് നമ്മൾ റെഡിയാവുന്ന പോലെയാണ് ഇപ്പോൾ എല്ലാവരും റെഡിയാവാൻ പോകുന്നത്. നല്ല മഴ ഉണ്ട് കേട്ടോ, നല്ല പേടിയും ഉണ്ട്. വെൽ ലുക്ക് വാട്ട് ഹാപ്പൻഡ്. എല്ലാരും കാണും കേട്ടോ. എന്താ പറയാനുള്ള അരങ്ങേറ്റത്തെ കുറിച്ച്? ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, റെഡി ആവാ അല്ലേ? ഇത് നടക്കുന്നത് ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 1 ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കുമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇങ്ങനെ വെള്ളപ്പൊക്കം വന്നു, കുറേയധികം വീടുകളിൽ വെള്ളം കയറി, ഗുരുവായൂർ വെള്ളം കയറി, എല്ലാം കൂടെ ഭയങ്കര ലൈക്ക് അത് കണ്ടിട്ടും സങ്കടമായി. അതുമാത്രമല്ല ഗുരുവായൂർ നമ്മുടെ ഒരു ഇവൻറ്റ് നടക്കാനുണ്ട്. ഇവൻ്റ് അല്ലെങ്കിൽ ഏറെ കാലത്തൊരാഗ്രഹം നടക്കാനുണ്ട്. അതോലോചിച്ചിട്ടും ടെൻഷനായി. ഞാനുണ്ടല്ലോ ചെറിയൊരു കാര്യത്തിനടക്കം ടെൻഷൻ അടിക്കും. അപ്പോൾ എനിക്ക് ആ മറ്റുള്ളവരുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറണതും ആ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് അത് കണ്ടിട്ടും
മൊത്തം ടെൻഷനായി. എല്ലാം കൂടെ എനിക്ക് അന്നത്തെ ദിവസം ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടെൻഷനായിരുന്നു കേട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിന് എങ്ങനെയൊക്കെ ആ ടെൻഷൻ പോയി എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഒരു ഷൂട്ട് നമ്മൾ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫോട്ടോ എടുക്കുന്ന പയ്യൻ തന്നെ സൂരജ് എന്ന് പറഞ്ഞ പയ്യനാണ് കേട്ടോ. ആൾ ഇതൊക്കെ എടുത്തത് ഫോണിലാണ്, പക്ഷേ അത്രയും ക്വാളിറ്റിയും പ്രൊഫഷണൽ ടച്ചിലും ആണ് കേട്ടോ നമുക്ക് എടുത്തു തന്നത്. ഇതല്ല കേട്ടോ സൂരജ്, ഇത് സൂരജിൻ്റെ ഫ്രണ്ടാണ്. സൂരജ് അപ്പുറത്തുണ്ട്, അവൻ്റെ കൂടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സോ അവൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് അവനാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ അടിപൊളിയായിട്ടൊക്കെ മാക്സിമം ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. പക്ഷേ എങ്കിലും ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ടെൻഷനും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഓരോന്നിൻ്റെ പിന്നിലും നമ്മളെടുത്തൊരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനൊക്കെ ഉണ്ട്. ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് പോയിട്ട് ഞാൻ ആക്ച്വലി കരയുമായിരുന്നു. കാരണം കേൾക്കാവോ ഞാൻ പറയുന്നേ അറിയില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് 1-നാണ്. ഓഗസ്റ്റ് 5-നാണ് അവർ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗുരുവായൂർ നല്ല മഴ, വെള്ളപ്പൊക്കം എന്നൊക്കെ കേട്ടു. ഒരുപാട് വിഷമമുണ്ട്. ഏകദേശം അവർ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നതാണ്. എല്ലാവരും അരങ്ങേറ്റത്തിൻ്റെ ഒരു കഷ്ടപ്പാട് അറിയുമായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികൾ, ഒരു അമ്മ, എങ്ങനെയാണ് ഒരു ഫീൽ എന്നറിയില്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻസുമായിട്ടൊക്കെ നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഇവരാണെങ്കിൽ ഒരു മാസമായി ഡെയിലി എൻ്റെ വീട്ടിലേക്ക് വരും. അപ്പോൾ എങ്ങനെയാണോ ഒരു സിബ്ലിങ്സ് അതുപോലൊരു റിലേഷൻ പോലെ വന്നു. അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, വിഷമമുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ. പക്ഷേ ദൈവത്തിൻ്റെ മേലെ ഭാരട്ടു. ലെറ്റ്സ് ഹോപ്പ് ഫോർ ഓഗസ്റ്റ് 5 അടിപൊളിയാവും എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ ഓഗസ്റ്റ് 1-നാണ് എടുക്കുന്നത്. യെസ്. അശ്ശേ, ഞാൻ കരയുന്ന കണ്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഓഗസ്റ്റ് 4-5 ദിവസങ്ങളിൽ നല്ല വെയിൽ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ ഓഗസ്റ്റ് 5-ലെയാണ് കേട്ടോ. പിന്നെ നമ്മൾ സേഫായിട്ട് തന്നെ ഗുരുവായൂരെത്തി. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. പക്ഷേ ഇത് മാത്രമല്ല, വേറൊരു വലിയ പ്രശ്നം കൂടെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഞങ്ങൾ ഒരേപോലത്തെ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഗുരുവായൂരിലോട്ടൊക്കെ പോയത്. അങ്ങനെ നല്ല ദർശനമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും റൂമിലോട്ട് പോയി. നമ്മുടെ മേക്കപ്പ് റൂം നമുക്ക് എവിടെയും കിട്ടാതെ ലാസ്റ്റ്, കാരണം രാമായണ മാസം തിരക്ക് കിട്ടിയ റൂമാണ്. അടിപൊളിയാണ്. ശ്രീനന്ദനം എന്നാണ് പേര് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ ലോർഡ് കൃഷ്ണ ഉണ്ട്. കുറച്ച് ഉള്ളിലോട്ടാണെങ്കിലും ഇത് വർത്തിട്ടാണെന്ന് തോന്നി. ആൻഡ് ഓൾസോ ഒരു വലിയ ബിഗ് റൂമും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. യെസ്. പിന്നെ മേക്കപ്പ് ചേട്ടന്മാരൊക്കെ വന്നു. നമുക്ക് 1:40 സ്ലോട്ട്. 1:30 ഞാൻ കിഴക്കേനടി കൂടെ ഓടി പോയിട്ടാണ് അവിടെ ഞാൻ സ്റ്റേജിൽ കയറുന്നത്. കാരണം അത്രയും റഷായിട്ടായിരുന്നു മേക്കപ്പ് ഫിനിഷായത്. എനിക്ക് എന്നെ കണ്ടപ്പോൾ പപ്പടം പോലെയൊക്കെ തോന്നി കേട്ടോ. അതാ ഞാനിങ്ങനെ, നിങ്ങൾക്ക് തോന്നിയോ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഭഗവാനോട് 1 കോടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നത്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ പോയിരുന്നു കേട്ടോ. ബാക്കി കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാനും കൂടെ പെർഫോം ചെയ്തത് കൊണ്ട്. അപ്പം അത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.